ഞങ്ങൾ ആർഷോ മോഡൽ പോലീസിൻ്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല, പോലീസിൻ്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല. വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിൻ്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. കരയിലെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ SFI പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിൻ്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, വീട്ടിൽ കയറി വന്ന് ഈ പോക്കൃത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയോ ആവുമായിരുന്നല്ലോ. ഇനി മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാൾ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ? പോയില്ലല്ലോ. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ. ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോൾ ചെന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്ക് ആളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ അസ്വസ്ഥത കൊണ്ടാണ്. നവഗുണ്ട സദസ്സ് പൊളിഞ്ഞതിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. പോലീസ് തന്നെ പറയുന്നു മേലെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ജനാധിപത്യപരമായി ഇതിനെ നേരിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു. അവർ തീരുമാനിക്കുന്നത് 14 ജില്ലകളിലും 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കാലത്ത് തന്നെ പ്രതിഷേധം ആരംഭിക്കും. ഈ അറസ്റ്റ് നാടകം, ഈ വീട് വളഞ്ഞു വെച്ച് കാണിച്ച ഈ പോക്കൃത്തരം അതൊരിക്കലും അംഗീകരിക്കുകയില്ല. അല്ല, അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2ാം പ്രതിയാണ്, രാഹുൽ 3ഓ 4ഓ പ്രതിയാണല്ലോ, ഞാൻ 2ാം പ്രതിയാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ, ഞങ്ങൾ ഒരുക്കമാണ്, അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ ആരും അറസ്റ്റിന് ഭയപ്പെടുന്നില്ല. അറസ്റ്റ് അനിവാര്യമെങ്കിൽ അറസ്റ്റിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ ഇത്രയും പുറത്തുള്ള ഒരാൾ, ഇത്രയും എക്സ്പോഷർ ഉള്ള ഒരാൾ, പരസ്യമായ ആളുകളെ കാണുന്ന, മാധ്യമങ്ങളെ കാണുന്ന ഒരാളെ വീട് വളഞ്ഞു വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു പോലീസിന്? എന്താവശ്യത്തിനാണ് പോലീസ് അങ്ങനെ ചെയ്തത്? അപ്പം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാണ്. ഞാൻ 2ാം പ്രതിയാണല്ലോ. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാണ്. പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. 18 ദിവസത്തോളം ഞങ്ങളുടെ സഹപ്രവർത്തകർ ജയിലിലായിരുന്നു. 18 ദിവസത്തോളം. ഇതൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല. ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നാടകമൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല. നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണെന്ന് പിണറായി വിജയനെ പറ്റി പറയുന്നത് വെറുതെ. അയാൾ ഒപ്പം തന്നെയാണ്, പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഡയറക്ഷൻ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ കൊടുക്കുക. നിയമത്തിൻ്റെ അനിവാര്യതകൾക്കനുസരിച്ചല്ല, മുഖ്യമന്ത്രിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ പോലീസ് പെരുമാറുന്നത്. അത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രചോദനം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേരളം മുഴുവൻ കലാപക്കളമാക്കാൻ ആഹ്വാനം കൊടുത്തതിൻ്റെ പേരിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് സത്യത്തിലുള്ളത്. അതുപോലത്തെ ആഹ്വാനമായിരുന്നു. ഈ പോലീസ് തന്നെ വധശ്രമത്തിന് കേസെടുത്ത ഒരു ഇൻസിഡൻറ്റിനെ ജീവൻ രക്ഷാ ദൗത്യമെന്ന് വിളിച്ച ഒരാളാണ് അയാൾ. കേരളം മുഴുവൻ അത് തുടരണമെന്നാവശ്യപ്പെട്ട ഒരാളാണ്. എന്ന് വെച്ചാൽ കേരളം മുഴുവൻ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ആളുകളുടെ തല തല്ലിപ്പൊളിക്കാൻ ആഹ്വാനം കൊടുത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ അത് കലാപാഹ്വാനമാണ്. ഇനി മാത്രമല്ല, ആ അതിക്രമം കാണിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ്. അക്രമം കാണിച്ച, കോടതി കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്ത പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തിട്ട് അക്രമത്തിനും സ്വജനപക്ഷപാതത്തിനും പോലീസിനെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് ഉപയോഗിക്കാനുള്ള പിണറായി വിജയൻ്റെ തീരുമാനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ അവരാരാണെങ്കിലും അവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെയും നിങ്ങൾക്ക് ഉത്തരവിട്ടവനെയും രണ്ടും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും, ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിയമങ്ങളുടെ അനിവാര്യതയല്ല, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഇംഗിതങ്ങളാണ് പോലീസിൻ്റെ പ്രവർത്തനത്തിനുള്ള ഇപ്പോൾ മാർഗനിർദ്ദേശമായി, മാനദണ്ഡമായി മാറുന്നത്. ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് പാവ അമ്മയോട് പോലും പോലീസ് പറയുക. അപ്പം മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് തന്നെയാണ്. അത് DGP അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വ്യക്തമാക്കേണ്ടത് DGP ആണ്.
അതല്ല പിണറായി വിജയൻ്റെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നേരിട്ട് പോലീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ DGP തയ്യാറാവണം.